1930 ഫെബ്രുവരി 18 അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ ക്ലൈഡ് തോംബോ കൈപ്പർ ബെൽറ്റിൽ ഒരു ആകാശഗോളം കണ്ടെത്തി. വലിപ്പത്തിൽ അത് നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രനേക്കാൾ ചെറുതായിരുന്നു. പിന്നീട് അത് സൗരയൂഥത്തിലെ 9ാമത്തെ ഗ്രഹമായി മാറി. എന്നാൽ 2006 അതിന് ഗ്രഹം എന്നുള്ള സ്ഥാനം നഷ്ടപ്പെട്ടു. അങ്ങനെ അതൊരു കുള്ളൻ ഗ്രഹമായി മാറി. ആ കുള്ളൻ ഗ്രഹമാണ് പ്ലൂട്ടോ. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടിരുന്ന ലോകമാണ് പ്ലൂട്ടോ. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ഏകദേശ അകലമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. പ്ലൂട്ടോ സൂര്യനിൽ നിന്നും 39 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ലോകമായതിനാൽ പ്ലൂട്ടോയുടെ ഒരു വ്യക്തമായ ചിത്രം പകർത്തുന്നതിനോ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനോ സാധിച്ചിരുന്നില്ല. പിന്നീട് ന്യൂ ഹൊറൈസൺ പേടകം പ്ലൂട്ടോയെ സന്ദർശിച്ചതിന് ശേഷമാണ് ഈ കുള്ളൻ ഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. പ്ലൂട്ടോ ഒരു കുള്ളൻ ഗ്രഹം അഥവാ ഡാർക്ക് പ്ലാനറ്റാണ്. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഡാർക്ക് പ്ലാനറ്റാണ് പ്ലൂട്ടോ. 2376 കിലോമീറ്റേഴ്സാണ് പ്ലൂട്ടോയുടെ വ്യാസം. നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥത്തിനപ്പുറത്തുള്ള മേഖലയായ കൈപ്പർ ബെൽറ്റിലാണ് പ്ലൂട്ടോ ഉള്ളത്. 2006 പ്ലൂട്ടോയെ ഒരു കുള്ളൻ ഗ്രഹമായി കണക്കാക്കുന്നത്. ഒരു ഗോളം ഒരു ഗ്രഹമായി കണക്കാക്കണമെങ്കിൽ 3 മാനദണ്ഡങ്ങളുണ്ട്. ഒന്നാമത്തേത്, അതൊരു നക്ഷത്രത്തെ വലയം ചെയ്യണം. 2, അതിന് ഏകദേശം ഒരു ഗോളാകൃതി ഉണ്ടായിരിക്കണം. 3, ഒരു ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തെ വലയം വയ്ക്കുന്ന പാതയിൽ മറ്റൊരു വസ്തുവും വലയം വയ്ക്കാൻ പാടില്ല. അതായത് അതിൻ്റെ ഭ്രമണപഥത്തിൽ അത് ഗുരുത്വാകർഷണപരമായി ആധിപത്യം പുലർത്തണം. പ്ലൂട്ടോ ഈ മാനദണ്ഡങ്ങളിൽ ആദ്യ 2 മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട്. എന്നാൽ 3ാമത്തെ മാനദണ്ഡം പ്ലൂട്ടോ പാലിക്കുന്നില്ല. അതിനാലാണ് പ്ലൂട്ടോയെ ഗ്രഹം എന്നുള്ള സ്ഥാനത്തു നിന്നും പുറത്താക്കി. പ്ലൂട്ടോയ്ക്ക് സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യാൻ ഏകദേശം 6 ഭൗമദിനങ്ങൾ മാത്രം മതി. എന്നാൽ ഇതിന് സൂര്യന് ചുറ്റും വലയം ചെയ്യാൻ ഭൂമിയിലെ 248 വർഷങ്ങൾ വേണം. 1930 പ്ലൂട്ടോയെ കണ്ടുപിടിക്കുന്നത്. അതായത് പ്ലൂട്ടോയെ കണ്ടുപിടിച്ച ശേഷം ഇതുവരെ അവിടെ 1 വർഷമായിട്ടില്ല. സൂര്യനിൽ നിന്ന് പ്ലൂട്ടോയിലേക്ക് സൂര്യപ്രകാശം എത്താൻ 5.5 മണിക്കൂറുകൾ വേണം. ശുക്രനെ പോലെ പ്ലൂട്ടോയും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് കറങ്ങുന്നത്. പ്ലൂട്ടോയ്ക്ക് ഒരു അന്തരീക്ഷമുണ്ട്. അന്തരീക്ഷം നൈട്രജൻ, മീഥേൻ, കാർബൺ മോണോക്സൈഡ് എന്നിവ കൊണ്ട് നിറഞ്ഞതാണ്. പ്ലൂട്ടോയുടെ അന്തരീക്ഷത്തിന് കട്ടി വളരെ കുറവാണ്. പ്ലൂട്ടോയുടെ എല്ലാ ഭാഗങ്ങളിലും അന്തരീക്ഷത്തിന് ഒരേ കട്ടിയല്ല ഉള്ളത്. ചില ഭാഗങ്ങളിൽ അന്തരീക്ഷം കട്ടിയുള്ളതും ചില ഭാഗങ്ങളിൽ വളരെ നേർത്ത അന്തരീക്ഷവും കാണപ്പെടുന്നു. പ്ലൂട്ടോയുടെ ഉപരിതല താപനില ശരാശരി -232 ഡിഗ്രി സെൽഷ്യസ് ആണ്. പർവ്വതങ്ങൾ, ഗർത്തങ്ങൾ, താഴ്വരകൾ, സമതലങ്ങൾ എന്നിവയെല്ലാം പ്ലൂട്ടോയുടെ ഉപരിതലത്തിൽ കാണാൻ സാധിക്കും. ഉപരിതലത്തിൽ ഭൂരിഭാഗവും നൈട്രജൻ ഐസാണുള്ളത്. കൂടാതെ മീഥേൻ, കാർബൺ മോണോക്സൈഡ് ഐസും കാണപ്പെടുന്നു. പ്ലൂട്ടോയുടെ ഉപരിതലത്തിൽ ഉൽക്കകൾ വന്ന് പതിച്ചതിൻ്റെ ധാരാളം ക്രേറ്റേഴ്സ് കാണാൻ സാധിക്കും. ഉപരിതലത്തിൽ ഹാർട്ടിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ടോംബോ റീജിയോ. ഗർത്തങ്ങളില്ലാത്ത ഒരു സമതല പ്രദേശമാണിത്. ഇതിൻ്റെ ഇടതുഭാഗത്തുള്ള പ്രദേശമാണ് സ്പുട്നിക് പ്ലനേഷ്യ. ഈ മഞ്ഞുപരപ്പിന് ചുറ്റുമുള്ളത് വാട്ടർ ഐസിൻ്റെ മലനിരകളാണ്. പ്ലൂട്ടോയിൽ ധാരാളം ക്രയോ വോൾക്കേനോസ് കാണാൻ സാധിക്കും. ഐസ് നിറഞ്ഞ ലോകങ്ങളിൽ ഉള്ളിൽ നിന്നും ഐസും വാതകങ്ങളും പുറത്തേക്ക് പൊട്ടിയൊഴുകുന്ന ഓപ്പണിങ്സ് ആണിവ. ഇതിനെ ഐസ് വോൾക്കേനോസ് എന്നും പറയുന്നു. പ്ലൂട്ടോയ്ക്ക് 5 ഉപഗ്രഹങ്ങളാണുള്ളത്. സൗരയൂഥത്തിൻ്റെ തുടക്കത്തിൽ 2 കുള്ളൻ ഗ്രഹവും മറ്റൊരു കൈപ്പർ ബെൽറ്റ് ഒബ്ജക്റ്റും തമ്മിൽ കൂട്ടിയിടിച്ചാണ് പ്ലൂട്ടോയുടെ മുഴുവൻ ഉപഗ്രഹ സംവിധാനങ്ങളും രൂപപ്പെട്ടത് എന്നാണ് നിഗമനം. പ്ലൂട്ടോയുടെ ഉപഗ്രഹങ്ങളാണ് ചാരൻ, നിക്സ്, ഹൈഡ്ര, കെർബ്രസ്, ടിക്സ് എന്നിവ. ഇതിൽ ചാരൻ എന്ന ഉപഗ്രഹമാണ് ഏറ്റവും വലുത്. ഇതിന് പ്ലൂട്ടോയുടെ പകുതി വലിപ്പമുണ്ട്. 1212 കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ വ്യാസം. പ്ലൂട്ടോയും ചാരനും ഒരു ഡബിൾ പ്ലാനറ്ററി സിസ്റ്റമാണ്. ഈ 2 വസ്തുക്കളുടെയും ഇടയിലുള്ള ഒരു പോയിന്റിനെ അടിസ്ഥാനമാക്കി ഇവ രണ്ടും പരസ്പരം വലം വയ്ക്കുകയാണ്. ഇവ രണ്ടും പരസ്പരം ടൈറ്റ്ലി ലോക്ക്ഡാണ്. ചാരനൊഴികെ മറ്റു ഉപഗ്രഹങ്ങൾ വളരെ ചെറുതാണ്. ന്യൂ ഹൊറൈസൺ പേടകം പ്ലൂട്ടോയെ സന്ദർശിച്ചതിന് ശേഷമാണ് ഇത്രയേറെ കാര്യങ്ങൾ പ്ലൂട്ടോയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. 2006 ജനുവരി 19 ന്യൂ ഹൊറൈസൺ പേടകം വിക്ഷേപിക്കുന്നത്. യാത്രക്കിടയിൽ പേടകം ജൂപ്പിറ്ററിൻ്റെ ഗുരുത്വാകർഷണ ബലം ഉപയോഗിച്ചിരുന്നു. അതിനാൽ കൂടുതൽ വേഗത്തിൽ ഇതിന് സഞ്ചരിക്കാൻ കഴിഞ്ഞു.
2015-ലാണ് പേടകം പ്ലൂട്ടോയുടെ അടുത്തെത്തുന്നത്. അന്നുവരെ കണ്ടിട്ടില്ലാത്ത പ്ലൂട്ടോയുടെ നിരവധി ചിത്രങ്ങൾ ന്യൂ ഹൊറൈസൺ ചിത്രീകരിച്ചു. പ്ലൂട്ടോയ്ക്ക് ഒരു അന്തരീക്ഷമുണ്ടെന്നും കൂടാതെ പ്ലൂട്ടോയുടെ 5 ഉപഗ്രഹങ്ങളെയും ന്യൂ ഹൊറൈസൺ കണ്ടുപിടിച്ചു. ന്യൂ ഹൊറൈസൺ വഴി പ്ലൂട്ടോ എന്ന കുള്ളൻ ഗ്രഹത്തെക്കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനിയും ഭാവിയിൽ നടക്കാനിരിക്കുന്ന ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ പ്ലൂട്ടോയെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കും.